കർത്താവിന്റെ അതിപരിസമായ നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന കർത്താവിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ശമൂവേൽ എഴുതിയ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. എന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ, ഹല്ലേലൂയ, ശൗൽ വിവേകശൂന്യമായി, ദൈവികമല്ലാത്ത നിലയിൽ, ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത, ദൈവം അനുവദിക്കാത്ത, ദൈവിക പ്രമാണത്തിന് വിരോധമായ രീതിയിലുള്ള എന്ത് ചെയ്തു? പൗരോഹിത്യ ശുശ്രൂഷ ശൗൽ ചെയ്തു. ഹല്ലേലൂയ. കാരണം ശൗലിന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനുള്ള നിയമമില്ല, പ്രമാണമില്ല. ശൗൽ ഒരു രാജാവാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലേവ്യർക്കുള്ളതാണ്. അത് പുരോഹിതന്മാർ തന്നെ ചെയ്യണം. പക്ഷെ അത് കൂട്ടാക്കാതെ ശൗൽ മറുതലിച്ച്, ആരോട്? ശമൂവേലിനോട് മറുതലിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്തത് തനിക്ക് തന്റെ രാജ്യത്വം വരെ നഷ്ടപ്പെട്ടു. അപ്പം 1 ശമൂവേൽ 13-ാം അധ്യായം അതിന്റെ 8 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വായിക്കാം. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫിലിസ്തർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ട് ഫിലിസ്തർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ല എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിൽ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കിയിരുന്നു. ഇപ്പോഴും നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. ശമൂവേൽ ഗിൽഗാലിൽ വരുവാൻ താമസിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, അല്പസമയം കൂടെ നോക്കിയിരിക്കുവാൻ ശൗലിന് കഴിയാത്തത് ശൗൽ എന്ത് ചെയ്തു? അവിവേകം ചെയ്യുവാൻ കാരണമായി. അങ്ങനെ ശൗൽ ഹോമയാഗവും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അല്ലെങ്കിൽ കഴിച്ചു തീർന്ന ഉടനെ, സ്തോത്രം, ശമൂവേൽ അവിടെ വന്നു. അപ്പൊ ശമൂവേൽ പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചിട്ടില്ല. നീ അവിവേകം ചെയ്തു പോയി. അതുകൊണ്ട് നിന്റെ രാജ്യത്വം നീങ്ങിയിരിക്കുന്നു. നിനക്ക് രാജ്യത്വം ദൈവം സ്ഥിരമായിട്ട് തന്നതായിരുന്നു. പക്ഷെ നിന്റെ അവിവേകം മുഖാന്തരം, വിവേകശൂന്യമായി നീ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് നിന്റെ രാജ്യത്വം നീങ്ങി. ആ സ്ഥാനത്താണ് ദൈവം, അല്ലെങ്കിൽ തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട്. യഹോവ അവനെ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു, രാജകീയ പദവി നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്താണ് ദൈവം ശമൂവേലിൽ കൂടി, ഹല്ലേലൂയ, ദാവീദിനെ അഭിഷേകം ചെയ്തത്. ദാവീദ് ദൈവത്തിന് ബോധിച്ച മനുഷ്യനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എല്ലാവർക്കും ചെയ്യുവാൻ നിയമമില്ലായിരുന്നു. നിയമിക്കപ്പെട്ട ലേവ്യ സമൂഹത്തിന്റെ, ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാക്കി തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരും ആ ശുശ്രൂഷയുടെ ഭാഗത്താക്കിയിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ശമൂവേൽ തക്ക സമയത്ത് ഗിൽഗാലിൽ എത്താത്തതിനാൽ, ഹല്ലേലൂയ, യാഗം അർപ്പിക്കേണ്ട, ഹല്ലേലൂയ, ശുശ്രൂഷ ശൗൽ ധൈര്യം, ഹല്ലേലൂയ, സ്തോത്രം, അവലംബിച്ച് ഭോഷത്വമായി ചെയ്യുന്നു.
ഇത് ഭാഗികമായി അവന്റെ അക്ഷമ കൊണ്ടും രാഷ്ട്രീയമായ അധികാരത്തോടുകൂടി മതപരമായ അധികാരവും കൈവശമാക്കാമെന്ന വ്യാമോഹം കൊണ്ടുമായിരിക്കാം. അപ്പോൾ ശൗല് ചിന്തിച്ചത് എന്താണ്? തനിക്ക് രാഷ്ട്രീയപരമായും മതപരമായുള്ള അവകാശം കൂടെ കൈവശമാക്കി കഴിഞ്ഞാൽ എല്ലാം തന്റെ കൈവശമായിരിക്കും എന്നുള്ള ചില അഹങ്കാരം. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞില്ല, ഇന്നത്തെ മത നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞില്ല, ശൗലിന്റെ ഉള്ളിലെ അഹങ്കാരം. ഹല്ലേലൂയ. അപ്പൊ അതിനുള്ള ശിക്ഷ എന്ത് ചെയ്തു? ദൈവം രാജസ്ഥാനത്തു നിന്ന് ശൗലിനെ ബഹിഷ്കൃതനാക്കുക എന്നതായിരുന്നു. ഇവിടം മുതൽ ശൗലിന്റെ ജീവിതം അധോഗതിയിലേക്ക് പോയി. ദൈവകൽപ്പന ലംഘിച്ച്, ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അധോഗതിയിലേക്ക് പോകും. രാജ്യത്വം നീങ്ങിക്കഴിഞ്ഞ് ശൗൽ പിന്നെ ദുരാത്മാവിനെ നിറയപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം 2 വർഷക്കാലം മാത്രമാണ് ശൗൽ അല്ലെങ്കിൽ അഭിഷേകത്തിൽ നിന്ന് ബാക്കിയുള്ളത്. അഭിഷേകമില്ല, ദുരാത്മാവിനാൽ ഏകദേശം 38 വർഷം. അങ്ങനെ 40 വർഷം ശൗല് ശുശ്രൂഷ ചെയ്യുന്നു. അവസാനം അവന്റെ ഗതി എന്തായി? ഗിൽബോധ പർവ്വതത്തിൽ തന്റെ സ്വന്തം കുന്തത്താൽ വീട് ഭരിച്ചു തുറന്നൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രൈസ്. തന്റെ മകനായിരിക്കും യോനാഥാനും അതുപോലെ വിട്ടുപോയി. ഇത് നമ്മൾ ദൈവഹിതമല്ലാത്തതൊന്നും ചെയ്യരുത്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. ദൈവം നമുക്ക് ഓരോന്നിനും ഒരു സമയം തന്നിട്ട് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം. കാത്തിരിക്കാൻ നാം തയ്യാറാകാതെ വരുമ്പോഴാണ് ശൗലിനെ പോലെ നമ്മൾ വിവേകശൂന്യമായി നമ്മൾ പലതും ചെയ്തു കൂട്ടും. അത് ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയരെ, ദൈവം നിന്നോട് പറയുന്നത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ദൈവകൽപ്പന അല്ലാത്തതൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ. മക്കളെ, മോശയോട് മത്സരിച്ച് അബിരാം കോരഹും അബിരാം താമാം എന്നിവർ അന്യാഗ്നി കാണിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? മോശയ്ക്കും അഹ്റോനും എതിരെ വിരോധമായി അവർ ചില യാഗങ്ങൾ എന്ന് ചെയ്തുകൊണ്ട് കോരഹിനെയും കൂട്ടരെ എന്ത് ചെയ്തു? ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞെന്നാണ്. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് ദൈവനിയോഗമുള്ളവൻ മാത്രമേ, ദൈവവിളി ഉള്ളവൻ മാത്രമേ ആ ദൈവിക ശുശ്രൂഷ ചെയ്യാവുള്ളൂ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഈ കാലഘട്ടത്തിൽ സ്തോത്രം നമുക്കറിയാം, അനവധി ആളുകളുണ്ട്. എല്ലാവരും ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ചില സഹോദരങ്ങളൊക്കെ ദൈവസഭയിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കേൾക്കാറുണ്ട്, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, സെമിനാരിൽ പഠിച്ചിട്ടില്ല, എനിക്ക് ബൈബിൾ കോളേജിനെ കുറിച്ച് അറിയില്ല, ദൈവം എനിക്ക് തന്നതാണ് ഞാൻ പറയുന്നതെന്നും പറഞ്ഞ് അവർ ശക്തന്മാരായ പ്രവാചക ശുശ്രൂഷകൾ ചെയ്യുന്നവരും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരായി കാണുന്നുണ്ട്. പക്ഷെ അത് അധികകാലം നിന്നിട്ടില്ല. പിന്നത്തെ ഇതിലെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ദൈവമില്ലാത്ത ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ വിളി നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ 3.5 വർഷം യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു സെമിനാരിൽ ബൈബിൾ കോളേജിൽ പോയിരുന്ന നമ്മുടെ സ്വഭാവ രൂപീകരണം നടത്തി, നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം നടത്തി, ദൈവവിളി യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ശുശ്രൂഷയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. ബൈബിൾ കോളേജിൽ പോയാലേ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ എന്ന് ചില ചോദിക്കാറുണ്ട്. ബൈബിൾ കോളേജിന്റെ അടിസ്ഥാനം തന്നെയാണ്. അതിനെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ കഴിയത്തില്ല. അപ്പൊ എന്തിനാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്? നമുക്ക് ദൈവവിളി കേട്ട് കഴിയുമ്പോൾ, ദൈവിക ശുശ്രൂഷ നമ്മളിലുണ്ട്, ദൈവകൃപ നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ അത് അടിസ്ഥാനപരമായത് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ രൂപീകരിക്കാൻ പറ്റും, നമ്മുടെ സ്വഭാവത്തിന്റെ ഗുണം എന്താണ്, നമ്മൾ എങ്ങനെ ചെയ്താണ് ദൈവത്തിന് പ്രസാദമാകുന്നു എന്നൊക്കെ ഉള്ളത് മറ്റൊരാളിൽ പഠിക്കുന്നത് നല്ലതാണ്. ചിലരോട് ഞാനങ്ങ് തന്നെ ഇതെല്ലാം ചെയ്യുന്നതാണ്. വ്യർത്ഥമായ ശുശ്രൂഷ കേട്ടോ. അതിനൊന്നും ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. അവനെ ചിലർ കാണിക്കുന്നത് ചൂണ്ടിക്കാണി, പത്രോസ് ബൈബിൾ കോളേജിൽ പോയിട്ടില്ലല്ലോ, പത്രോസിന് വിദ്യാഭ്യാസം, പത്രോസിന് ബൈബിൾ കോളേജിൽ പോയില്ലയോ, വിദ്യാഭ്യാസം ഉണ്ട്, ഈ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നേ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, പത്രോസ് യേശുക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം ശുശ്രൂഷയിലുണ്ടായിരുന്ന ആളാണ്. യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരു ഗുരുവില്ല. യേശുവിനോട് ചേർന്ന് പഠിച്ച പത്രോസിന് അതെല്ലാം പാഠവുമായിരുന്നു, എല്ലാം പഠിത്തമായിരുന്നു, എല്ലാം തനിക്ക് നല്ല പരിജ്ഞാനത്തോടുകൂടി താൻ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അഭിഷേകം തന്നെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശുശ്രൂഷ ക്രമാകൃതമായി പരിജ്ഞാനത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കുള്ള സിനഗോഗ് പഠനം സ്തോത്രം ആ കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്യുകയാണെന്നായിരുന്നു. അങ്ങനെ സിനഗോഗ് പഠനമെങ്കിലും പത്രോസിന് കിട്ടിക്കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പന്റെ കൂടെ ആ കാലഘട്ടത്തിൽ ആൺമക്കളൊക്കെ കൈത്തൊഴിൽ പോയിരുന്നു. അതുകൊണ്ട് പത്രോസ് തന്റെ അപ്പനോട് കൂടെ മീൻ പിടിക്കാനും പോയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സിനഗോഗ് ശുശ്രൂഷയെങ്കിലും സിനഗോഗ് പഠനമെങ്കിലും പത്രോസ് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് എന്റെ ചിന്തയില്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇനി അങ്ങനെ പഠിച്ചു. അതുകൊണ്ട് പത്രോസ് ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, പത്രോസ് പഠിച്ചിട്ടില്ല, പിന്നെ പത്രോസിനെ ഉപയോഗിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പത്രോസ് അല്ല നിങ്ങൾ. ഹല്ലേലൂയ.
പത്രോസ് അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞവരാണെങ്കിലും പെന്തക്കോസ്താളിൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ, അഭിഷേകത്താൽ പത്രോസിനെ ദൈവം നിറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മേലൊരു വാക്തത്വമുണ്ട്. ദൈവം തന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പത്രോസ് ആകുന്ന ഈ പാറമേൽ എന്റെ സഭയിൽ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിൽ താക്കോൽ ഞാൻ നിനക്ക് ഇരുന്ന് ഭൂമി കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ട് ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞ പത്രോസിന് മത്തായി ഡിവിഷന് 16 അല്ലെങ്കിൽ 18, 19 നിയോഗം കൊടുത്തിട്ടുണ്ട്, പ്രവചനം കൊടുത്തിട്ടുണ്ട്, പ്രവചന ദൂത് പറഞ്ഞിട്ടുണ്ട്. അത് പത്രോസിന് നിറവേറി. ആ ശുശ്രൂഷ പത്രോസിലൂടെ ദൈവം നിവർത്തിച്ചെടുക്കാൻ വേണ്ടി, യേശു നിവർത്തിച്ചെടുക്കാൻ 3.5 വർഷം യേശു പത്രോസിനെ കൂടെ കൊണ്ട് നടന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ചെയ്തു, സ്തോത്രം. ആമീൻ. പത്രോസ് അതിശക്തനായി ശുശ്രൂഷനായി മാറി. അതുകൊണ്ട് ഇവിടെ ശൗൽ ചെയ്തത് എന്താണ്? ശൗൽ ശമൂവേലിനെ അനുസരിക്കാതെ, ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ താൻ വിവേകശൂന്യമായി തന്റെ ഹൃദയത്തിൽ രാഷ്ട്രീയപരമായും മതപരമായും കൂടെ അധികാരം കൂടെ പിടിച്ചെടുത്ത് ശമൂവേലിനെ ഒഴിവാക്കാം എന്നുള്ള ചിന്തയിലൂടെ അഹങ്കരിച്ചതാണ് ശൗലിന്റെ ശുശ്രൂഷയും രാജ്യത്വവും നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് നമ്മുടെ സ്തോത്രം ഉള്ളിൽ ഹൃദയത്തിനകത്ത് അഹങ്കാരം വരരുത്. അല്ലെങ്കിൽ രാഷ്ട്രീയ മനോഭാവം ദൈവമക്കൾക്ക് ഉണ്ടാകരുത്. ഇന്നത്തെ സഭ മുഴുവൻ രാഷ്ട്രീയമാണ്. സഭ മുഴുവൻ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ സഭയ്ക്കകത്ത് കടന്നുകൂടി രാഷ്ട്രീയ ചിന്താഗതി, രാഷ്ട്രീയ രീതിയിലാണ് സഭയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കൊണ്ടുവരരുത്. സഭ ദൈവത്തിൻ്റെതാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒരു രാഷ്ട്രീയം കളിച്ചിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നെങ്കിൽ, സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായ ചിന്താഗതികൾ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ വ്യാപരിക്കുന്നത് വിവേകശൂന്യമായി ശുശ്രൂഷ ചെയ്ത ശൗലിന്റെ ജീവിതത്തിലെ വന്നു കയറിയ ദുരാത്മാവാണ്. കാരണം ശമൂവേലിനെ അനുസരിക്കാതെ ശമൂവേൽ ചെയ്യേണ്ട പുരോഹിത ശുശ്രൂഷ ശൗലത് ഏറ്റെടുത്ത് മതപരമായും രാജ്യപരമായും രാഷ്ട്രപരമായ അധികാരം പ്രാപിക്കാൻ പോയതാണ്. ശൗലിന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടത്. ഞാൻ മുമ്പ് ആവർത്തിച്ചു. അതുകൊണ്ട് സഭയെന്ന് പറയുന്ന ദൈവത്തിൻ്റെതാ. അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രൂശിന്റെ അവസാനത്തൂടെ രക്തം വരെ കൊടുത്ത് സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാകുന്ന സഭ. അതിനകത്ത് നീ രാഷ്ട്രീയം കൊണ്ടുവരരുത്. ഹല്ലേലൂയ. ഇനി നീ രാഷ്ട്രീയമാണ് സഭയ്ക്കകത്ത് പറയുന്നെങ്കിൽ അതിന് ഒരു തർക്കവുമില്ല. നിന്റെ മേൽ ദുരാത്മാവ് തന്നെയാണ്. പ്രൈസലോ. അല്ലേ? ആ ദുരാത്മാവ് ശൗലിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ദൈവം തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ച ആ അഭിഷേകം ഉള്ള ദൈവം നിയോഗിച്ച, ദൈവത്തിന് ബോധിച്ച ദാവീദിനെ പിന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? ശൗലിന്റെ സ്വഭാവം ദാവീദിനെ എങ്ങനെയും കൊല്ലണമെന്ന്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് അഭിഷേകം നഷ്ടപ്പെട്ട് ശൗലിന്റെ മേലുണ്ടായ ദുരാത്മാവ് കയറിയവൻ അഭിഷേകമുള്ള ദൈവമക്കൾ ദൈവത്തിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ, അഭിഷേകമുള്ള ദൈവഭക്തന്മാർ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് ബോധിച്ചവരെ ദൈവം തെരഞ്ഞെടുത്ത് തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ച്, അല്ലെങ്കിൽ സഭയുടെ പുരോഹിതനായി നിയമിച്ച് അവന്റെ ശുശ്രൂഷ കാണുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടവൻ ഇന്നും സഭയ്ക്കകത്ത് ശൗല് കുന്തമെടുത്തതുപോലെ അഭിഷേകന്മാന്മേൽ പ്രതിസന്ധികൾ ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവം ദാവീദിനെ കുറിച്ച്, ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയൊക്കെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, 13:22 കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 21 വായിക്കാം. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട്, കണ്ടോ, 40 ആണ്ടത്തേക്ക് ശൗലിനെ ദൈവം ശുശ്രൂഷ കൊടുത്തതാ, രാജകീയ പൗരത്വം കൊടുത്തതാ. അവൻ വിവേകശൂന്യമായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? രാജ്യത്ത് അവനെ നഷ്ടപ്പെട്ടു. അവനെ ദൈവം നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദാവീദിനെ ദൈവം ബോധിച്ച ആയി കണ്ടെടുത്തു. ദൈവഹിതം ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ.
ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, പ്രിയ, നമ്മൾ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നാം ദൈവത്തോട് ഒരിക്കലും മത്സരിപ്പാണ്ടയാകരുത്. ദൈവസന്നിധി നമ്മൾ ഒരിക്കലും മത്സരിക്കരുത്. മത്സരം ആഭിചാരം പോലെ, അല്ലെ, ശാഠ്യം മിഥ്യാപൂജ പോലെ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം ദൈവം നമ്മെ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷകൾക്കകത്ത് നമ്മൾ കൈകടത്തരുത്. ചിലരും അല്ലെ ആ കാര്യങ്ങൾ മറന്നിട്ട് ദൈവം കൊടുക്കാത്ത, ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് ചെയ്യുന്ന പലരെയും ഇന്ന് സഭയിൽ കാണാൻ കഴിയും. പ്രവചനമില്ലാഞ്ഞിട്ടും പ്രവചിക്കുന്നവരുണ്ട്, ദൂത് പറയാൻ ഇല്ലാഞ്ഞിട്ടും ദൂത് പറയുന്നവരുണ്ട്, വെളിപ്പാട് കിട്ടാതെ വെളിപ്പാട് പറയുന്നവരുണ്ട്, ദർശനം പോലും കാണാത്തവർ ദർശനം പറയുന്നുണ്ട്. ആമേൻ. അങ്ങനെ പലവിധമായ രീതി ജനത്തെ കബളിപ്പിക്കുന്ന കാപട്ടി നിറഞ്ഞ കാപട വിശ്വാസികൾ ദൈവസഭയ്ക്കകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നത് ശൗലിനെ പോലെ. ഹല്ലേലൂയ. അവിടെയാണ് ദൈവം തനിക്ക് ബോധിച്ചവരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്തെ ശുശ്രൂഷകളെ കുറിച്ച് നീ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വിശ്വാസികളായിരുന്നാലും പാസ്റ്റർമാരെ ആയിരുന്നാലും ശുശ്രൂഷ ചെയ്യുന്ന ആരെ ആയിരുന്നാലും അവരെ വിവേചിക്കുവാനുള്ള കൃപ വേണം. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന ശുശ്രൂഷ, അവൻ പറയുന്ന ദൂതുകൾ, ആലോചന, അത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണോ എന്ന് അത് വിവേചിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവസന്നിധി വിശുദ്ധിയോടെ നിന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വിവേചന വരം തരത്തുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വിവേചന വരമില്ല. അതുകൊണ്ടാണ് സകല ജനങ്ങളും കയറി ദൈവസഭയ്ക്കകത്ത് അഴിഞ്ഞാടുകയാണ്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് സകല ജനങ്ങളെ അഴിഞ്ഞാട്ടമല്ലേ നടക്കുന്നത്. ആർക്കും ഏത് സമയത്തും എന്തു വേണമെങ്കിലും ചെയ്യാം, പ്രവർത്തിക്കാം, എന്തും പറയാം, എങ്ങനെ വേണമെങ്കിലും ഏത് വിധത്തിൽ വേണമെങ്കിലും ദൈവസഭയ്ക്കകത്ത് തന്ത്രങ്ങൾ വരയുവാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളുമായിട്ട് പല തന്ത്രശാലികളും സാത്താന്റെ തന്ത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദുരുപദേശകന്മാരൊക്കെ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി അവരുടെ ഉപദേശം പ്രസ്താവിച്ച് അവർ പറിച്ചു നട്ട് പല സഭകളും ഇന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തെ നമ്മൾ അതിന് കൊടുക്കേണ്ട മാന്യത കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത്, അത് ദൈവത്തിന്റെ വചനമാണ്, ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്, ദൈവം തനിക്ക് ബോധിച്ചവരിലൂടെയാണ് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നതെന്ന് ഹല്ലേലൂയ നാം മനസ്സിലാക്കി വേണം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവം പറയാണ്, അല്ലെങ്കിൽ ദൈവം ദാവീദിനെ കുറിച്ച്, ഞാൻ ഇശ്ശായിയുടെ മകനായി ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്ന് കർത്താവ് സാക്ഷ്യം പറയുക. ദാവീദ് മുഖാന്തരം ദൈവത്തിന്റെ ഹൃദയം ആനന്ദിച്ചു. ഈ ദാവീദ് മുഖാന്തരം ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ആനന്ദമുണ്ടായി. കർത്താവ് തന്റെ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തിച്ചു അതെല്ലാം പ്രാവർത്തിയമാക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. ദാവീദിനെ കുറിച്ച് ദൈവം ചിന്തിച്ചു. അത് ആകാംക്ഷയോടെ കാണുവാൻ ദൈവവും കാത്തിരുന്നു. ദാവീദ് അത് ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ശുശ്രൂഷയും ദൈവിക നിയോഗം വെളിപ്പാടും ദൈവം നിങ്ങൾ തന്നിട്ട് കർത്താവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നീ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ പറയട്ടെ, ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. ദൈവദാസനെ, ദാസിയെ, അഭിഷേകത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ലോകത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിക്കരുത്. നിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീ അത് ഉപയോഗിക്കരുത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്റെ അഭിഷേകം ഉപയോഗിക്കരുത്. നിന്റെ അഭിഷേകം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി. പാപികളും ദോഷികളുമായിരിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പാപത്തിന് വിടുവിക്കാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ധ്യാനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നതായിരിക്കണം നിന്റെ മേലുള്ള അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ മേലുള്ള അഭിഷേകം എന്തിനായിരിക്കണം? ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നതായിരിക്കണം. അല്ലെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും സഭയ്ക്കകത്ത് രാഷ്ട്രീയം കുത്തിച്ചുമത്തി സഭയ്ക്കകത്ത് അടിപിടി ഉണ്ടാക്കുന്നതല്ല നിന്റെ മേലുള്ള അഭിഷേകം. ആ അഭിഷേകം ശൗലിൻ്റെതാ. നീ പ്രശ്നക്കാരനാണെങ്കിൽ, നീ സഭയ്ക്കകത്ത് പ്രശ്നക്കാരനാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. അത് ശൗലിന്റെ ആത്മാവാണ്. അല്ലെങ്കിൽ രാജ്യത്ത് നഷ്ടപ്പെട്ട രാജകീയ പ്രൗഢി നഷ്ടപ്പെട്ടു പോയ, രാജകീയ പദവി നഷ്ടപ്പെട്ടു പോയ ശൗല് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ തനിക്ക് ശൗലിനെ കാണാൻ പറ്റത്തില്ല. ശൗലെന്ന മനുഷ്യനെ പറയുന്നത് ശൗലിനെ തന്നെ കാണാൻ പറ്റത്തില്ല. കാരണം താൻ മുമ്പായിരുന്ന ദൈവം തന്നെ അഭിഷേകം ചെയ്ത ഒരു സമയമുണ്ട്. ആ സമയത്ത് ശൗല് തന്നെ പഠിച്ചു. പക്ഷെ പിന്നത്തേത് തന്റെ മേൽ ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശൗലിന് തന്നെ അറിയത്തില്ല അത് വന്നു.
ഞാൻ എന്നെ അറിയത്തില്ലാത്ത ഒരു രീതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് ചോദിക്കേ, ഞാൻ നിങ്ങളോടൊപ്പം ഒന്നിച്ച് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നു, നിങ്ങളോടൊപ്പം ഒന്നിച്ച് നടക്കുന്നു, പിന്നെ ഒന്നിച്ച് ആരാധിക്കുന്നു ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മേൽ ദൈവം അഭിഷേകം പകർന്ന കാലഘട്ടത്തിലെ ശുശ്രൂഷകളെ ഞാൻ മറന്നിട്ട് ഞാൻ വിവേകശൂന്യമായി ദൈവത്തിൽ നിന്ന് എന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ അറിയത്തില്ലാതെ വരും. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് ശൗലിന് തന്നെ അറിയത്തില്ലാതെ വന്നു. അതുകൊണ്ടാണ് തന്റെ മുമ്പിൽ ദൈവം ബോധിച്ച പുരുഷനായി തിരഞ്ഞെടുത്ത ദാവീദിനെതിരെ ശൗൽ ഈ കുന്തം ചാടുന്ന മുഴുവൻ. ഇന്ന് സഭയ്ക്കകത്ത് പലരും കുന്തം ചാട്ടം നടന്നിട്ടുണ്ട്. ആശ്ചര്യമായി ശൗലിന്റെ ഉണ്ടായിരുന്ന കുന്തമില്ലെങ്കിൽ ഇന്ന് കുന്തത്തേക്കാൾ മൂർച്ചയേറിയ വാക്കുകളുമായിട്ട് സഭയ്ക്കകത്ത് പലരും എഴുതേക്കുക. നമ്മൾ ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമെന്ന് പോയാൽ മതി, അവിടെ ഒരുപാട് ശൗലുകളെ കാണാൻ കഴിയും. സഭയുടെ സംഘടനയുടെ ഇന്നത്തെ വേർപെട്ട കൂട്ടങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ആലയങ്ങൾക്കകത്തെല്ലാം തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്, വേർപെട്ട കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളൊന്ന് ചെല്ലണം. സഭയുടെ വരവ് ചെലവ് കണക്കുകൾ കൂട്ടുന്ന സമയത്ത്, സഭയുടെ വാർഷാന്തര യോഗം നടക്കുമ്പോൾ, സഭയ്ക്കകത്ത് മാസയോഗം നടക്കുമ്പോൾ, സഭയ്ക്കകത്ത് കൂട്ടായ്മ നടക്കുമ്പോൾ നിങ്ങളവിടെ പോയി നിൽക്കണം. അവിടെ സ്തോത്രം ശൗലിനെ പോലെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള പ്രത്യേകിച്ച് ശൗലന്മാരെ കാണണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചെല്ലണം. അവിടെ ശൗലന്മാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അല്ലേ ഇവിടെ ഹാനോക്കിനെ കുറിച്ച് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവം എഴുതി വെച്ചു. ഹാനോക്കിനെ കുറിച്ച് അല്ലേ പറയാം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ എബ്രായ ലേഖനം 11-ാം അധ്യായം അല്ലേലിയ അതിന്റെ സ്തോത്രം 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലേലിയ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. കണ്ടോ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനാ, ദൈവത്തിന് ബോധിച്ചവനായിരുന്നു. അല്ലറിയ ഹാനോക്കിന് 60 വയസ്സായപ്പോൾ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം അല്ലറിയ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുക ചെയ്തു. മാത്രമല്ല 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ട് ദൈവത്തിന് ബോധിച്ച പുരുഷനായിരുന്ന ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ദൈവത്തിന് ബോധിച്ചവനായിരിക്കണം. നിങ്ങൾ കേട്ടോ, അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന് ബോധിച്ചവനായി നീ തീരണമെങ്കിൽ ദൈവം ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ ജീവിതത്തിന്റെ തകർച്ചയും നിന്റെ ജീവിതത്തിന്റെ ഉലച്ചിലുകളും അലച്ചിലുകളും ഉഴൽച്ചിലും ഒക്കെ നീ മനസ്സിലാക്കിയിട്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല, ദൈവനെ അറിയുന്നില്ല, ദൈവനെ കാണുന്നില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, എന്റെ കണ്ണുനീര് കാണുന്നില്ല, എന്റെ വിധിയാണെന്നൊക്കെ പറഞ്ഞ് നീ നിന്നെ തന്നെ ശപിക്കുമ്പോൾ പ്രാകുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ദൈവത്തോട് വിവേകശൂന്യമായി നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് എന്തെങ്കിലും സംസാരിക്കുകയോ പറയുകയോ ദൈവിതമല്ലാത്ത ഏതെങ്കിലും ശുശ്രൂഷ നീ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേലൂയ രക്തം ചെയ്യും. ഇന്ന് പകൽ നീ അത് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടണം. അല്ലേലൂയ. പലരും അങ്ങനെ, ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ പറയണം, കർത്താവേ അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, അങ്ങന്റെ യാതന കേൾക്കുന്നില്ലേ, അങ്ങന്റെ കണ്ണുനീര് കാണുന്നില്ലേ, അങ്ങന്റെ വേദന കാണുന്നില്ല, ദുഃഖം കാണുന്നില്ലേ എന്നൊക്കെ പലപ്പോഴും എന്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ദൈവത്തിന് ഒരുപാട് വീഴും. കർത്താവേ, സാത്താൻ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടുവരുന്നു, അതിൽ തന്നെ വിടുവിക്കണമേ, മോചിനെ ഹൃദയത്തെ സ്വസ്ഥമാക്കണം, ഏകാഗ്രമാക്കണമേ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. കാരണം പിശാച് നമ്മെ തകർക്കാൻ ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കും. അപ്പൊ ശൗല് വിവേകഹീനമായി ശുശ്രൂഷ ചെയ്തതുപോലെ നമ്മളെയും അതേ വിധത്തിലൂടെ ദൈവ ഇഷ്ടമല്ലാത്തത് പലതും ചെയ്യിപ്പാൻ പിശാച് തന്ത്രങ്ങൾ വരും. അപ്പൊ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമ്മൾ ദൈവത്തോട് കൂടെ നടന്ന് ദൈവശബ്ദം കേൾക്കണം. അല്ലേലൂയ, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, സഹോദര, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന മത നേതാക്കന്മാരോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന അവർ യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ ദൈവശബ്ദം കേൾക്കണം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ നീ ദൈവത്തോടു കൂടെ നടക്കുന്നെങ്കിൽ ഹാനോക്ക് ദൈവത്തെ പ്രാപിച്ച അതേ അനുഗ്രഹം തന്നെ ദൈവം നിനക്ക് പകരുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേലൂയ. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നീ വിധേയപ്പെടുക തന്നെ ചെയ്യണം. അല്ലേലൂയ. അതിലൂടെ മറുത്ത് മത്സരിക്കുമ്പോഴാണ് നിനക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പ്രീസരോട്. അപ്പൊ മോശയെ കുറിച്ച് ദൈവം പറഞ്ഞത്, അല്ലേലൂയ, മോശയെ കുറിച്ച് ദൈവം പറഞ്ഞത് സ്തോത്രം പുറപ്പാട് സംഖ്യാപുസ്തകം 12-ാം അധ്യായം
അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിൽ ഒക്കെയും വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. മോശയെക്കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറയുക, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അപ്പൊ നാം ദൈവഭവനത്തിൽ, ദൈവത്തിന്റെ ഗൃഹത്തിൽ, നാം ദൈവസഭയ്ക്കകത്ത്, ദൈവാലയത്തിൽ മോശയെ പോലെ വിശ്വസ്തനായിരിക്കണം. സംഖ്യാപുസ്തകം 12:3 വായിക്കുന്നു, മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പൊ മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായിരുന്നു. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു എന്ന് ദൈവം മോശയെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ശൗലിന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഹല്ലേലൂയ. മോശയെ കുറിച്ച് ഇത്ര വലിയ സാക്ഷ്യം എഴുതി വെച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിനക്ക് മോശയെ പോലെ അതിസൗമ്യനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ഹല്ലേലൂയ മോശയെ പോലെ അതിസൗമ്യനായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ അതിസൗമ്യനായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൗന്ദര്യം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾക്ക് പറയാം, അവന് ഭയങ്കര അതിസൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ? ഹല്ലേലൂയ. ചില ആളുകളെ കണ്ടിട്ട് അവർക്ക് അതിസൗന്ദര്യമാണ്. അതുകൊണ്ട് അവിടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൂടാനാവാത്ത വിധത്തിൽ ചിലർക്ക് സൗന്ദര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവൻ വളരെ സൗന്ദര്യമുള്ളവളാണ്, സൗന്ദര്യമുള്ള പറയുന്നത് പോലെ മോശയുടെ സ്വഭാവത്തെ കുറിച്ച് ദൈവം പറയുക, അവൻ ഭൂതലത്തിലുള്ള ഹല്ലേലൂയ സകല മനുഷ്യനും അതിസൗമ്യനായിരുന്നു. എന്റെ ഗൃഹത്തിനെ ഞാൻ അവനെ വിശ്വസ്തനായി കണ്ടിരിക്കുന്നു. അതേ ദൈവമേ, നീ വിശ്വസ്തനാണോ സഹോദര സഹോദരി? അതോ ഇന്നത്തെ കാലഘട്ടത്തിൽ ജഡികമായ ജീവിതത്തിൽ കളവും വഞ്ചനയും ചതവും പിടിച്ചുപറി മോഷണവും സ്ഥാനമാനങ്ങൾക്ക് അധികാരങ്ങൾ തമ്മിലടിച്ചും പരസ്പര സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കി രാഷ്ട്രീയം കളിച്ചും സഭയ്ക്കകത്ത് കൊള്ള പലിശയ്ക്ക് പണം കൊടുത്ത് പലിശ ഉണ്ടാക്കി ദിവ്യാഗ്രഹത്തിലാണോ നീ കടന്നു പോകുന്നത്? ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാം ഇവിടെ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് നീ ദൈവത്തിനകന്നു പോയ മനുഷ്യനാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത് ദൈവം നിന്നെ ഒരിക്കൽ കൂടി അവസരം ഇവിടെ നിർത്തിയിരിക്കുന്നത് നീ ദൈവസ്ഥലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ബോധിച്ചവനായിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. പക്ഷേ നീ ദൈവ വഴി വിട്ടും മാറിയില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് ബോധിച്ചവനായി നിന്നെ തെരഞ്ഞെടുത്തു, പക്ഷെ നീ ദൈവ വഴി വിട്ട് മാറി. ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ ബഹുഭാരിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, വലിയ ഈ വാസനാഥ, ഞാൻ ഒരുപാട് തെളിവ് തരാം, എനിക്ക് ഒരുപാട് തെളിവുകളും ഒരുപാട് ആളുകൾ എപ്പോഴും അറിയാം. ബഹുഭാരിത്വം പെരുകുന്നു, ദൈവസഭയ്ക്ക് അതിക്രമം പെരുകുന്നു, ദൈവസഭയ്ക്കകത്ത് അശുദ്ധി നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദൈവമക്കൾ അഭിഷേകം നഷ്ടപ്പെട്ട് ശൗലിനെ പോലെ വിവേകശൂന്യമായി ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് അതിക്രമം കടന്നു വരും, അശുദ്ധി കടന്നു വരും. അവന്റെ ജീവിതം എന്ന് പറയുന്നത് പിന്നത്തേത് താറുമാറാൻ. ശൗലിന്റെ ജീവിതാവസാനം പോലെ അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ ജീവിതം അവസാനം അതുപോലെ എത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ ഇവിടെ സ്തോത്രം, വലിയ സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നഥനയേലിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ നിന്ന് നഥനയേലിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. അത് ദൈവം സാക്ഷ്യം പറഞ്ഞ പല ആളുകളെയും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് എഴുതി വെച്ചിരിക്കുന്നു. അത് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടോ, നഥനയേലിനെ കുറിച്ച് നല്ല സാക്ഷ്യം. ഹല്ലേലൂയ. ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാ, ഇവരിൽ കപടമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രേമാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന വിശ്വാസിയോട് ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹത്തിന് ചോദിക്കട്ടെ, നാഥനയിലെ പോലെ നല്ലൊരു സാക്ഷി നിനക്കുണ്ടോ? നീ സാക്ഷാൽ ഇസ്രായേലിനാണ്, സാക്ഷാൽ ദൈവസഭയുടെ ഭാഗമാണ്, ദൈവത്തിന്റെ മകനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്. നിന്റെ ഉള്ളിൽ കപടമില്ലെന്ന് നിനക്ക് പറയാൻ കഴിയുമോ?
ഹല്ലേലൂയ. മോശയെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും നാഥനിയേലിനെക്കുറിച്ചും ദൈവം സാക്ഷ്യപ്പെടുത്തുക. ഹാനോക്കിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിന്നെക്കുറിച്ചൊരു സാക്ഷ്യമെങ്കിലും ദേശത്ത് പറയാനുണ്ടോ? ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് സാക്ഷ്യമെങ്കിലും പറയാനുണ്ടോ? നിന്നെക്കുറിച്ച് സാക്ഷ്യമെങ്കിലും സഭയ്ക്കകത്ത് പറയാനുണ്ടോ? നിന്റെ സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്റെ പേര് ഉയർത്താൻ വേണ്ടി നീ കാട്ടിക്കൂട്ടുന്ന ഓലാകൽ, ചിലരൊക്കെ ഫോട്ടോ വരാൻ വേണ്ടി, ചിലരൊക്കെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ വേണ്ടി, ചിലരൊക്കെ എല്ലാത്തിനും മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കോതന്ത്രങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. നാഥനിയേലിന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമല്ല നാഥനിയേൽ അഭിഷേകമുള്ളവനായി ദൈവത്തിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് അതിന് നാഥനിയേലുമാരുണ്ട്, പക്ഷെ സാക്ഷ്യമില്ലാത്തവരാണ്. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകം പറയുന്ന നാഥനിയേൽ അവൻ കപടമില്ലാത്തവൻ, സാക്ഷാൽ ഇസ്രായേലിന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം നാം ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് പറഞ്ഞു. യോബിനെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുക. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യഹോവ സാത്താനോട്, ആരോടാ പറയുന്നത്? യഹോവ സാത്താനോട് പറയാ കേട്ടോ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. കണ്ടോ, യോബിനെ കുറിച്ച് അതിശക്തമായ സാക്ഷ്യം. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സാക്ഷി നീ നഷ്ടപ്പെടുത്തി കളയരുത്. എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നടന്ന് അങ്ങ് സ്വർഗത്തിൽ ചെല്ലാമെന്ന് ചിന്തിക്കരുത്. സാക്ഷ്യമുള്ളവർക്ക് മാത്രമേ, വിശുദ്ധി നിൽക്കുന്നവന് മാത്രമേ, അഭിഷേകത്തിൽ നിൽക്കുന്നവന് മാത്രമേ, ദൈവഗൃഹത്തിലൊക്കെ വിശ്വസ്തനായി നിൽക്കുന്നവന് മാത്രമേ, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവൻ മാത്രമേ, ദൈവം ബോധിച്ചവരെ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പണ്ട് ഞാനൊരു മീറ്റിങ്ങിൽ അവരെ കടന്നിരിക്കുമ്പോൾ ഒരു പാസ് അതിനെ ശുശ്രൂഷിച്ചപ്പം ദൈവദാസൻ ചോദിച്ചു, നമുക്കൊരു കടയിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ, നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് SSLC പഠിച്ചാൽ മതി. SSLC പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും. അപ്പൊ SSLC പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി കിട്ടാനും മാർഗം ഉണ്ടായിരുന്നവര് ദൈവദാസൻ പറയുക, രക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ. ഹല്ലേലൂയ. മീറ്റിങ്ങിനകത്ത് ദൈവദാസന് മറുപടിയൊക്കെ കൊടുത്ത് ഞാൻ അവസാനം പറയാം, എന്റെ പാസ്സേ, ഇത്രയും കാലമായി ദൈവത്തിന്റെ വചനം കൊണ്ട് നടക്കുന്നത്, ദൈവവചനം പിടിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്വർഗരാജ്യത്തെ ചെല്ലത്തില്ല. സാക്ഷി ജീവിതം ഉണ്ടായിരിക്കണം. അല്ലേ? സാക്ഷ്യമില്ലാത്തവൻ രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ പണ്ടാരോ രക്ഷയുടെ വചനം പറഞ്ഞു കൊടുത്തു, അന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ വിവേകശൂന്യമായി ശൗൽ ശുശ്രൂഷ ചെയ്തതിന്റെ അഭിഷേകം രാജ്യത്ത് നഷ്ടപ്പെട്ടതുപോലെ വിവേകഹീനമായി നീ വീണ്ടും നടന്ന് നിന്റെ മേലുള്ള അഭിഷേകവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് നീ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. നീ ദൈവസഭയ്ക്ക് നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ മടങ്ങി വരണം. നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീ ഉരിഞ്ഞു കളയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലരോടും പറയുന്ന ദൂത്, നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രക്തം ചെയ്യും. നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടത് കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിക്കുക. ഇരിക്കുന്ന തീച്ചുള്ളിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. തീ അണയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് ദൈവം ശക്തമായി സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ദാനിയേലിനെ കുറിച്ചും ദൈവം ശക്തമായി സാക്ഷ്യം പറഞ്ഞു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ് ദാനിയേലിനെ കുറിച്ച് പറഞ്ഞത്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, 10ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കാണുന്നുണ്ട്. 10ാം അധ്യായം 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഒരു കൈ എന്നെ തൊട്ടു. ഹല്ലേലൂയ. എന്റെ മുഴങ്കാൽ മുള്ളം കൈ ഊന്നി വിറയിലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. യഹോവയെ ദൈവം ദാനിയേലിനെ വിളിച്ചു അങ്ങനെ, ഏറ്റവും പ്രിയ പുരുഷനായ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കാം. സ്തോത്രം പറയുന്ന സ്തോത്രം, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 12 വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് കീഴ്പ്പെടുത്തി താഴ്ത്തി കൊടുത്ത ദാനിയേലിന്റെ ജീവിതം കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? യഹോവയായി ദൈവം വലിയ ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന് കർത്താവ് ഒരു സാക്ഷ്യം ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വരുമ്പോൾ അനേക വിശുദ്ധന്മാർ പല വിധത്തിൽ സാക്ഷികളായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വില്യം കേറി മാർട്ടിൻ ലൂതർ അടക്കമുള്ള, സാധു സുന്ദർ സിംഗ് അടക്കമുള്ള, കൊച്ചു കുഞ്ഞു ഉപദേശി അടക്കമുള്ള, ഹല്ലേലൂയ, ആമി സ്തോത്രം, അതുപോലെ തന്നെ കർത്താവ് വില്യം കേറി അടക്കമുള്ള, ആമി പോൾ ജോങ്കിച്ച് അടക്കമുള്ള, ഹല്ലേലൂയ, അനവധി മഹാന്മാർ, ഗ്രഹാസ്റ്റൻസ് അടക്കമുള്ള, ഹല്ലേലൂയ, ആമി അനവധി ഭക്തന്മാർ കർത്താവിന് വേണ്ടി സാക്ഷ്യ ജീവിതം നയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കണം. ആ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ കണ്ണിൽ കൂടെ നിശ്ചയമായിട്ടും കണ്ണുനീർ ഒഴുകുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കർത്താവിന് വേണ്ടി സാക്ഷ്യ ജീവിതം ധരിച്ച് രക്തസാക്ഷികളായി മാറി അനവധി ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആ പുസ്തകത്തിനകത്ത് സംസാരിക്കാറുണ്ട്. കാരണം എന്നെ വളരെ ആകർഷിച്ചത് ആ പുസ്തകം. അല്ലെങ്കിൽ വായിച്ചാലും വായിച്ചാലും കൊതിരാത്ത, വായിച്ചാലും മതി വരാത്ത, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച, കർത്താവിന് വേണ്ടി സാക്ഷ്യമായി നിന്ന, ചോര കൊടുത്ത, ജീവൻ കൊടുത്ത രക്തസാക്ഷികളായി സ്വർഗത്തിന് വേണ്ടി മാത്രം രക്തസാക്ഷികളുടെ ഒരു വിവരണമാണ് ഇനി ഞാൻ മരിക്കട്ടെ എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് അത് വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇല്ല വില കൊടുത്താലും മേടിക്കാം. നിങ്ങളുടെ വീട്ടിലൊരു മുതല, അല്ലെങ്കിൽ രക്തം ചെയ്യും. ഒരു കർത്താവിന് വേണ്ടി സാക്ഷ്യമായിട്ട് അനവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് യോജിച്ചവനായി ദാവീദിനെ ദൈവം കണ്ടു. ദൈവം പറയും, എൻ്റെ ഹൃദയത്തിന് യോജിച്ചവനായി ഞാൻ ദാവീദിനെ കണ്ടു. ഹല്ലേലൂയ. സാക്ഷി എത്ര മഹത്വമല്ലേ. കർത്താവ് ദാവീദിനെ കുറിച്ച് പറയാൻ സാക്ഷ്യം എത്ര മഹത്വം. ഹല്ലേലൂയ. അപ്പം ദാവീദിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തെ വളരെ ആകർഷിക്കണം. വേദപുസ്തകത്തിൽ ഏകദേശം 60 അധ്യായങ്ങളിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചത്. വേദപുസ്തകത്തിൽ 60ഓളം അധ്യായങ്ങൾ ദാവീദിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദാവീദ് കർത്താവിനെ വളരെ സ്നേഹിച്ചത് മാത്രമല്ല, താൻ ആടുകളെ മേയിക്കുമ്പോൾ ആടുകളെയും അളവില്ലാതെ സ്നേഹിച്ചു. ആ സ്നേഹനിമിത്തം അവൻ തന്റെ ജീവനെ പോലും കൂട്ടാക്കാത്ത സിംഹത്തെ അല്ലെങ്കിൽ കരടിയും പിന്തുടർന്ന് പിടിച്ച് സിംഹത്തിന്റെ വായിൽ ആടുകളെ വിടുവിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പന്റെ ആടുകളുമായി ദാവീദ് ആടുകളെ മേയ്ക്കുമ്പോൾ ഒരിക്കലും കരടിയും ഒരിക്കലും സിംഹവും തന്റെ കയ്യിലിരിക്കുന്ന ആടുകളെ കടിച്ച് ശാപ്പാടാക്കാൻ കടിച്ചു കീറും വന്നപ്പോൾ എന്ത് ചെയ്തു? സിംഹത്തെയും കരടിയും തകർത്ത് തന്റെ കൈകൾ ആടുകൾക്ക് വേണ്ടി ശക്തിയോടെ നിന്നവനാ ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള. ചിലർക്ക് ഈ ദാവീദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര അലോ, ഈ ദാവീദ് പഴയ നിയമത്തിൽ ഭക്തന്മാർ എന്നും ഇതേ പറയാണ് എന്ന് നിന്റെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. നിനക്കത് കേൾക്കാൻ അരോചകമായി മാറുന്നെങ്കിൽ നിന്റെ മേൽ അഭിഷേകമില്ലാത്തതുകൊണ്ടോ? ഭക്തന്മാരെ കുറിച്ച് ദൈവം എല്ലാ കാലത്തും വേദപുസ്തകം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഭക്തൻ സംഗീതക്കാരൻ ദാവീദിന്റെ പുസ്തകം നിനക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അവരെക്കുറിച്ച് സാക്ഷ്യം മാറ്റാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വായിച്ച ദിവസത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാത്രമല്ല അവർ ഇസ്രായേൽ ജനങ്ങളെയും അളവില്ലാതെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ ജനങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആവേശത്തോടെ ഗോലിയാത്തിന് നേരെ അവൻ കടന്നു ചെന്നു. 40 ദിവസം സാഹചര്യത്തെ വെല്ലുവിളിച്ച മല്ലനായ ഗോലിയാത്ത് 40 രാവും പകലും വെല്ലുവിളിക്കുക. ശൗലിന്റെ സൈന്യത്തിനോ ശൗലിന്റെ അണികൾക്കോ ഗോലിയാത്തിനെ നേരിടാൻ കഴിഞ്ഞില്ല. എന്നാൽ സാഹചര്യത്തെ ഫിലിസ്തീന്റെ കയ്യിൽ വിടുവിക്കാൻ വേണ്ടി അഭ്യാസം പഠിച്ചിട്ടില്ലാത്ത, വാളെടുത്ത് പോരാടാൻ അറിയാത്ത ദാവീദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ എന്ത് ചെയ്തു? ഗോലിയാത്തിന് നേരെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 40 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഗോലിയാത്തിനെ അവൻ തന്റെ കയ്യിലിരിക്കുന്ന കവണിയിൽ ഒരു കല്ലിട്ട് ആ കവണിയിൽ ചുറ്റി എറിഞ്ഞപ്പോൾ ആ കവണിയിലെ കല്ല് ഗോലിയാത്തിന്റെ ഉച്ചിയിൽ കൊണ്ടുപോകും.
ഹല്ലേലൂയ. തന്മുഖാന്തരം ഇത് ഗോലിയാത്ത് വീണു. ആമേൻ. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ അരിയിലുണ്ടായിരുന്ന വാളൂരി അവന്റെ തല വെട്ടി എന്നുള്ളതാ ഇസ്രായേൽ ജനത്തെ മോചിക്കാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടും ദൈവം ദാവീദിനെ ശക്തമായി ഉപയോഗിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, കർത്താവ് നിങ്ങളെ കുറിച്ച് സാക്ഷ്യം കൊടുക്കുക. ആമേൻ. സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിന് യോജിച്ചവനായി കാണപ്പെടുമോ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധന്മാർ അവരവരുടെ കാലങ്ങളിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ഹിതമൊക്കെ പ്രവർത്തിച്ച് ദൈവഹിതത്തിന് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു തന്റെ പരസ്യ സമയത്ത് ആമീൻ യേശു ചെയ്ത് മർക്കോസിന് സുവിശേഷം അല്ലെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് 11-ാമത്തെ വാക്യം കാണുന്നുണ്ട്. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. അവൻ സ്വതം ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തും തനിക്ക് ബോധിച്ചവരെയാ. ദാവീദിനെ തനിക്ക് ബോധിച്ചവനെ കണ്ടതുപോലെ യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തനിക്ക് ബോധിച്ചവരെ ആമേൻ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് നയിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. ദൈവം തനിക്ക് ബോധിച്ചവരെയാണ് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ അന്വേഷണം ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ ആമീൻ ഇസ്രായേൽ ജനത്തിന് ഒരു പ്രഭുവായി ദാവീദിനെ നിയമിച്ച ആ ദാവീദ് പിന്നത്തേതിൽ 34 സംഗീതം എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങുക. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് അധികാരം പുണ്യനും പണത്തിനും വേണ്ടി ഈ ലോകത്തിൽ വലിയ സുഖം വേണ്ടി ഓടരുത്. നിന്റെ കുടുംബത്തെ ദൈവം തന്നാമേ നിനക്ക് ദൈവത്തിന് ബോധിച്ചതായി തെരഞ്ഞെടുത്തതാ. ദൈവത്തിന് ബോധിച്ചതായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നത്, ശുശ്രൂഷ തന്നത്, വെളിപ്പാട് തന്നത്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നതും ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശൗലിനെ പോലെ വിവേകശൂന്യമായി ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കാതെ ശമൂവേൽ വരുന്നതിന് മുമ്പേ ആമീൻ ശുശ്രൂഷ ചെയ്തതുപോലെ ആമീൻ അത്യാഗ്രഹമായി നീ മാറാതെ ദൈവവചനത്തെ നീ വിധേയപ്പെട്ട് അനുസരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കണം. ഇന്ന് പകൽ ആരെങ്കിലും ഹല്ലേലൂയ അഭിഷേകം നഷ്ടപ്പെട്ട് ആമീൻ ജീവിതത്തിൽ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവ് എന്റെ ഭാഗത്തെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് ദാവീദിനെ പോലെ കർത്താവിനോട് ശക്തമായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു, ദൈവം ഹാനൂക്കിനെ തെരഞ്ഞെടുത്തു, ദൈവം മോശയെ തെരഞ്ഞെടുത്തു, ദൈവം നദനയേലിനെ തെരഞ്ഞെടുത്തു, യോബിനെ തെരഞ്ഞെടുത്തു, ദൈവം ഹല്ലേലൂയ ആമേൻ ദാനിയേലിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം യോഹന്നാനെ സ്ഥാപകനെ തെരഞ്ഞെടുത്തു, യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അവരെല്ലാം ദൈവത്തിന് ബോധിച്ചവരായി ദൈവം തെരഞ്ഞെടുത്ത് ശുശ്രൂഷകൾ ചെയ്തതുപോലെ നിന്നെ ദൈവം തനിക്ക് ബോധിച്ചവരായി ദൈവത്തിന് ബോധിച്ചവരായി യേശു തെരഞ്ഞെടുത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ ദൈവഹിതം നിവർത്തിക്കണം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളുടെ കർത്താവേ ദൈവസഭയെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിന് ബാലികവും യുവനത്തിന് വാർത്തത്തിന് അശന യാചകർ ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്ന സകല ജാതി മതസ്ഥരെയും സകല ജാതി വിഭാഗങ്ങളെയും ഓർത്ത് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മുഖപക്ഷം കൂടാതെ സകല ജനത്തെ തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുത്ത് ദൈവ സാന്നിധ്യം ദൈവം ആമേ കൃപ നൽകി പാപകാരിയിലേക്ക് പുത്രനാത്മാവിനെ നൽകി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആ കൃപയിൽ ദൈവമക്കൾ ഉറപ്പോടെ നിൽപ്പാൻ ദാവീദിനെ പോലെ മോശയെ പോലെ ഹാനൂക്കിനെ പോലെ യോബിനെ പോലെ നദനയേലെ പോലെ യോഹന്നാനെ പോലെ ഹല്ലേലൂയ ആമേൻ ദാനിയേലിനെ പോലെ നല്ല സാക്ഷികളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ട് ദൈവത്തോട് മതലിച്ച് ആമീൻ കോരവും കൂട്ടിനും മത്സരിക്കാതെ ശൗൽ മത്സരിക്കാതെ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ശുശ്രൂഷിച്ച് മൽക്കൊണ്ടു പോവാൻ ദൈവജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കേരളത്തിനായി ഭാരത ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ബോധിച്ച അനവധി ആളുകളെ ദൈവം ക്രൈസ്തവ സമൂഹത്തിന് ശുശ്രൂഷക്കാരായി എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ആമേൻ ദൈവജനത്തെ ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് കർത്താവ് ഞങ്ങളെ മധ്യേ പ്രാർത്ഥിക്കുന്നു. ആമീൻ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ യേശുവിനെ ആഗ്രഹിക്കും. കല്ലറകൾ ഒതുങ്ങിയില്ല. കല്ലറയ്ക്കകത്ത് പുറത്തു വന്ന യേശു ക്രിസ്തു അതുപോലെ കർത്താവ് ജയിലടച്ച് കൂട്ടാൻ ശ്രമിച്ചു. ജയിലിനകത്ത് ആമീൻ സുവിശേഷം ഒതുക്കാൻ ശ്രമിച്ചാലും കല്ലറകളെ ഭേദിച്ചു വന്ന കർത്താവ് ആമീൻ യേശുവിനെ പോലെ കാരാഗ്രഹത്തെ ആമീൻ തകർത്ത് ആമീൻ പത്രോസിനെ പുറത്തെടുത്ത് പൗലോസിനെയും ശീലാസിനെയും പുറത്തെടുത്ത പോലെ ഇത് നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ദൈവമക്കൾക്ക് എല്ലാം ക്രൈസ്തവ സമൂഹം വിടുതലും മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തിന്റെ ശുശ്രൂഷയിൽ ദൈവജനത്തെ ദൈവം കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ തലമുറയ്ക്കായി പ്രാർത്ഥിക്കും. പാപത്തിന് വശീകരണത്തിനകത്ത് അകപ്പെട്ടു പോകാതെ കർത്താവ് ദൈവഹിതം ശുശ്രൂഷ ചെയ്യുവാൻ ദിവസം മടങ്ങി വരെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലമുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.